കബിൽതു നിക്കാഹഹ വതസ്വീജഹ ബിഹാദൽ മഹരി അൽ ഹലിയ്യി മിനൽ ദഹബി വറളിതു ബിഹി. എൻ്റെ സഹോദരി ഫെബിത എന്നാണ് ഈ സ്വർണ്ണാഭരണ മഹറിന് പകരമായി താങ്കൾക്ക് വിവാഹം ചെയ്ത് ഹലാലായ ഭാര്യയാക്കി ഇണയാക്കി തന്നിരിക്കുന്നു. താങ്കളുടെ സഹോദരി ഫെബിതയെ എനിക്ക് ഈ സ്വർണ്ണാഭരണം മഹറിന് പകരമായി വിവാഹം ചെയ്തു തന്നതിന് ഞാൻ സ്വീകരിച്ചു, തൃപ്തിപ്പെട്ടു. രണ്ടുപേരോടും പറയാം. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الفاتحة. الحمد لله رب العالمين الذي يوافي نعمه ويكافي مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم إنا نسألك بحق الفاتحة المعظمة وسبيل المساني أن تفتح لنا كل خير وأن تتفضل علينا بكل خير وأن تجعلنا من أهل الخير وأن تعاملنا يا مولانا معاملة أهل الخير وأن تحفظنا في أدياننا وأنفسنا وأهلينا وأولادنا وأصحابنا وأحبابنا من كل محنة وفتنة وموس وغير. إنك ولي لكل خير ومتفضل لكل خير ومعطي لكل خير. اللهم تقبل من اجتماعنا وأمرنا ومجلسنا هذه يا رب العالمين. اللهم بارك الله لكما وبارك عليكما وجمع بينكما في خير وعافية. اللهم بارك الله لكما وبارك عليكما وجمع بينكما في خير وعافية. اللهم بارك الله لكما وبارك عليكما وجمع بينكما في خير وعافية. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. ബഹുമാനപ്പെട്ട ആൽഫ ചെയർമാൻ ശ്രീ നൂർദി, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി, അവരുടെ കുടുംബാംഗങ്ങൾ, ഡോക്ടർമാർ, സേവനം ചെയ്യുന്ന നഴ്സുമാർ, മറ്റ് നല്ലവരായ
സുഹൃത്തുക്കളെ, ആൽഫയുടെ പേട്രനായിട്ട്, രക്ഷാധികാരിയായിട്ട് ഏകദേശം 8 വർഷത്തോളമായി. ആൽഫയിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ എന്നെ കാണാറുണ്ട്. നിങ്ങൾ വിചാരിക്കും കല്യാണം ഉള്ളത് കൊണ്ട് ഇയാൾ ഉണ്ണാൻ വന്നതാണ് വിചാരിക്കും. അങ്ങനെ വിചാരിക്കരുത്. ഞാൻ അതുകൊണ്ട് വന്നതല്ല. ഈ കല്യാണത്തിന് ആരൊക്കെയാണ് അവരുടെ അതൊന്ന് പങ്കുകൊള്ളുക. കാരണം ഇതിനേക്കാൾ മുമ്പുണ്ടായിരുന്ന മീറ്റിങ്ങിലൊന്നും എന്നെ കാണാണ്ട് ഈ കല്യാണത്തിന് വരുമ്പോൾ അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വെച്ചേക്കാം. ഞാൻ വളരെ സന്തോഷവാനാണ് എന്ന് പറഞ്ഞതിൻ്റെ കാര്യം, 1 വർഷമായിട്ട് സിനിമയിൽ അഭിനയിക്കാതെ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു. നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. നമുക്കറിയാം ആൽഫ പെയിൻ ആൻഡ് പാലിയേറ്റീവ് എന്തിനാണ് നിലകൊള്ളുന്നത് എന്ന്. പലപ്പോഴും നമ്മൾ ഇതിൻ്റെ ഡോക്ടർമാരായിട്ടുള്ള മീറ്റിങ്ങുകൾക്കൊക്കെ പോകുമ്പോൾ അസുഖം ബാധിച്ച പലരെയും നമ്മൾ കാണാറ്. ആ സമയത്തൊന്നും ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല എനിക്കിത് വരുമെന്ന്. നമ്മൾ ഓരോരുത്തരും വിചാരിക്കുന്നതൊക്കെ തന്നെയാണ്. ഇതൊന്നും നമുക്കുള്ളതല്ല, ഇതൊക്കെ വേറെ ചില ആളുകൾക്കുള്ളതാണ്. അങ്ങനെയൊക്കെ വിചാരിക്കാം. പക്ഷെ ആ വിചാരം അല്പം മാറിപ്പോയി. എൻ്റെ കാര്യത്തിൽ എൻ്റെ തൊണ്ടയിൽ ഒരു ചെറിയ എന്തെങ്കിലും ഇറക്കി കഴിയുമ്പോൾ, ഭക്ഷണമോ വെള്ളമോ കുടിച്ചു കഴിയുമ്പോൾ ഇനിയും എന്തോ ഒന്ന് പോകാനുണ്ടല്ലോ എന്ന് തോന്നി. ഡോക്ടറെ കണ്ടു. ആ ഡോക്ടർ തൊണ്ടയിൽ നിന്നും കുത്തിയെടുത്തു, ബയോപ്സിക്ക് അയച്ചു. ഞാൻ അതിനുശേഷം സിനിമ ഷൂട്ടിങ്ങിന് വേണ്ടി പോയി. ആ സിനിമ കുട്ടിക്കാനത്തായി. അപ്പൊ 6-7 ദിവസം കഴിയുമ്പോഴാണ് ഇതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടുക. സാധാരണ റിസൾട്ടുകളെ എനിക്ക് ഭയമില്ല. കാരണം സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ എല്ലാ റിസൾട്ടിലും തോറ്റ ആളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം റിസൾട്ട് എനിക്കൊരു ഭയമേ അല്ല. കുട്ടിക്കാലത്ത് ഒരു പള്ളിയിലെ അച്ഛന്റെ വൈദികന്റെ വേഷമിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്നും ഫോൺ വന്നു. ആലീസ് വിളിച്ചു, നിങ്ങൾ ബയോപ്സിയുടെ റിപ്പോർട്ട് ഡോക്ടർ ഗംഗാധരനോട് ചോദിക്കുക. മകൻ വിളിച്ചു, ബയോപ്സിയുടെ റിപ്പോർട്ട്. ഞാൻ പറഞ്ഞു, നിങ്ങളൊന്നും മിണ്ടാതിരിക്കും, ഇതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല. അവരുടെ നിർബന്ധം മൂലം ഞാൻ ഡോക്ടറെ വിളിച്ചു. ഗംഗാധരൻ ഡോക്ടറെ എനിക്ക് കിട്ടിയില്ല. ഏകദേശം മണി 5:30 ആയിരിക്കുന്നു. കുട്ടിക്കാനം എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ 5:30 ആകുമ്പോഴേക്കും അത്യാവശ്യം ഇരുട്ടിങ്ങനെ വ്യാപിച്ചു തുടങ്ങും. അന്നാണെങ്കിൽ മഴക്കാർ. വീണ്ടും അവർ വിളിച്ചു, അന്വേഷിച്ച് അങ്ങനെ ഡോക്ടർ ഗംഗാധരനെ കിട്ടി. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു മരിച്ച വീട്ടില് നിൽക്കുകയാണ്, അതുകൊണ്ടാണ് ഫോൺ എടുക്കാതിരുന്നത്. ഞാൻ പറഞ്ഞു, എൻ്റെ കാര്യം എന്തായി? ബയോപ്സി റിപ്പോർട്ട് വന്നിട്ടുണ്ടല്ലോ, എന്താണ്? ഡോക്ടർ പറഞ്ഞു, ഇന്നസെന്റ് നാളെ മകനെയോ അല്ലെങ്കിൽ ആലീസിനെ കൂട്ടി ലേക്ക് ഷോർ ഹോസ്പിറ്റലിലേക്ക് വരൂ എന്ന് പറഞ്ഞു. കേട്ടപ്പോ കാര്യം മനസ്സിലായി. ഒരു പുതിയ വിരുന്നുകാരൻ്റെ എഴുന്നള്ളത്താണ്. ഞാൻ ഒന്ന് ആലോചിച്ചു. എനിക്കാണെങ്കിൽ 2 സീൻ ആ സിനിമയിൽ ഇനി അഭിനയിക്കാനുണ്ട്. ആ 2 സീൻ അഭിനയിക്കാനുള്ള ശക്തി എനിക്ക് കിട്ടുമോ? ഞാൻ 2 സീൻ എടുത്ത് നോക്കി. പെട്ടെന്ന് എനിക്ക് ഒന്ന് ബാത്റൂമിൽ പോകണമെന്ന് തോന്നി. അവിടെ നിന്ന് 6-7 കിലോമീറ്റർ അകലെയാണ്. ഒരു കാറിൽ അവിടെ പോയി തിരിച്ചു വന്നു. അവിടെയുള്ള ആർക്കും ഒന്നും അറിയില്ല, എനിക്ക് മാത്രം അറിയാം എനിക്ക് ക്യാൻസറാണ്.
ആ സിനിമയുടെ ഷൂട്ടിംഗ് അന്നത്തോടുകൂടി തീരുകയാണ്. അമേരിക്കയിലുള്ളവരാണ് അതിന്റെ നിർമ്മാതാക്കൾ. ഞാൻ വീണ്ടും സീനെടുത്ത് വായിച്ചു. ഫുൾ ഡയലോഗ് എനിക്ക് തന്നെയാണ്. ഒരു കല്യാണം കഴിഞ്ഞ രണ്ടുപേര് പിണങ്ങിക്കഴിഞ്ഞപ്പോ അവരെ ഒരുമിപ്പിക്കാൻ വേണ്ടി സംസാരിക്കുന്ന ഒരു പള്ളിയിലെ അച്ഛനാണ്. ആ വേഷമാണ് ഞാനിത്. പെട്ടെന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ വന്ന് പറഞ്ഞു, ഇപ്പൊ തന്നെ എടുക്കണം, ഇനി എടുത്തില്ലെങ്കിൽ വെളിച്ചം പോവും, ലൈറ്റ് പോവും. ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, എൻ്റെ വെളിച്ചം പോകാൻ പോകും, അതിലും വലുതാണോ ഈ പ്രകൃതിയുടെ വെളിച്ചം? ഞാൻ വെറുതെ മനസ്സിൽ ഒന്ന് ആലോചിച്ചു, ദൈവമേ, നീ എന്നെ കുറച്ചുകൂടെ കാലം ഇവിടെ ജീവിക്കാൻ സമയം തരില്ലേ? എൻ്റെ പേരക്കുട്ടികൾ 7 വയസ്സുള്ളവർ 10-18 വയസ്സ് വരെയായി അവർ കോളേജിൽ പോകുന്നതൊക്കെ കാണണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. അവര് സെക്കൻഡ് ഷോ സിനിമയൊക്കെ കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ എനിക്ക് അവരോട് ചോദിക്കണം, ഇന്നലെ രാത്രി എവിടെയായിരുന്നു? 9 മണിക്ക് 10 മണിയായില്ലേ നിങ്ങൾ വന്നപ്പോൾ? ഇങ്ങനെയാണോ വീട്ടിലേക്ക് കയറി വരിക? അന്ന് അവർ ചോദിക്കും, അപ്പാപ്പ ഡു മൈൻഡ് യുവർ ബിസിനസ്. തലമുറകൾ അവരെ മനസ്സിലാക്കി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അധികം ഇടപെടരുത്, അത് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ കേൾക്കണം. ഇതൊക്കെ കേട്ടാലാണ് ജീവിതം പൂർണ്ണമാകൂ എന്നുള്ളത്. അതിന് നീ സമയം തരില്ലേ? പിറ്റേ ദിവസം ഡോക്ടറെ അടുക്ക ചെന്ന് അദ്ദേഹം പറഞ്ഞു, ഇന്നസെന്റ്, നമുക്ക് മെഡിസിനൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ മെഡിസിനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഓരോ ദിവസം ചെല്ലുമ്പോൾ അവരോട് സിനിമ വേണ്ട എന്ന് വിചാരിച്ചു. സിനിമയുള്ളവരോട് പലരോടും പറഞ്ഞു, ഇങ്ങോട്ട് ആരും വരണ്ട, ഇവിടെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഭയങ്കര ദേഷ്യമാണ്. ഈ കീമൊക്കെ ചെയ്ത ആളുകളൊക്കെ ഇവിടെ ഉണ്ടാവും. ഈ കീമൊക്കെ ചെയ്തിരിക്കുമ്പോൾ ഏറ്റവും ദേഷ്യം വരിക ഭാര്യയോടാണ്. കാര്യം കല്യാണം കഴിഞ്ഞപ്പോൾ നല്ല സന്തോഷമുണ്ട് ആൾക്കാർക്കൊക്കെ. അപ്പൊ ഈ ഭാര്യ നമ്മളോട് പറയും, എന്തെങ്കിലും ഒന്ന് കഴിക്കും, നമുക്കൊരു മണ്ണാങ്കട്ടി വേണ്ട, ഇവിടെ കാണുന്നതും ഇഷ്ടമല്ല, ഇവിടെ എന്നല്ല ഒരാളെയും കാണുന്നത് ഇഷ്ടമല്ല. അപ്പൊ നമ്മൾ തലയിൽ കീഴ്പോട്ടിരിക്കുമ്പോ വീണ്ടും എന്ന് പറയില്ലേ, എന്തെങ്കിലും ഒന്ന് കഴിക്കുന്നേ. ഞാൻ പറഞ്ഞു, ഞാൻ വേണ്ടാന്ന് നിന്നോട് ഞാൻ 2 പ്രാവശ്യം പറഞ്ഞു. അപ്പൊ ഇതുകൊണ്ട് മാത്രം വഴക്കുണ്ടാവും. അതുപോലെ തന്നെ ഈ 2 കുട്ടികൾ കളിക്കാൻ വഴക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, അടിച്ച് ഞാൻ തുടപൊളിക്കും, മര്യാദയ്ക്ക് അവിടെ നിന്ന് കളിച്ചു. കാരണം ഭയങ്കര ദേഷ്യ. അവരെ ഒന്നും ഞാൻ അങ്ങനെ പറയാറില്ല. അവരത് കേട്ട് പൊട്ടിക്കരഞ്ഞു. ആലീസ് വന്ന് അവരോട് പറഞ്ഞു, അപ്പാപ്പന് കീമോ ചെയ്തിരിക്കല്ലേ, അപ്പാപ്പന് ദേഷ്യമാണ്, അതുകൊണ്ട് നിങ്ങളോട് ഇഷ്ടമില്ലാണ്ടല്ല, അപ്പാപ്പന് അസുഖത്തിന്റെ കുഴപ്പമാണ്, കീമോ കഴിഞ്ഞതാണ്, നിങ്ങൾ പോയിട്ട് അപ്പാപ്പന് ഓരോ ഉമ്മ കൊടുക്കുക. അങ്ങനെ അവര് വന്ന് ഉമ്മ വന്നു. അപ്പാപ്പന് കീമ ആയതുകൊണ്ടാണല്ലേ ദേഷ്യം? ഞാൻ പറഞ്ഞു, അതേ മക്കളെ, ഈ കഴിഞ്ഞ 1 മാസം മുമ്പ് ഞാൻ ഷൂട്ടിങ്ങിന് പോയിട്ട് തിരിച്ചു വന്നിട്ട് ഇതുപോലെ തന്നെ ഒരു വഴക്കിട്ടപ്പോ ഞാൻ പ്രാട്ടിക്കും, ഞാൻ തൊണ്ട പൊളിക്കും എന്ന് പറഞ്ഞ വഴിക്ക് 2 പേരും ഒരു വരവ എൻ്റെ അടുക്കിലേക്ക്. എന്താന്നാ പറഞ്ഞേ? കീമോ ആണ്. ആരുടെ കീമോ? അതൊക്കെ അന്നല്ലേ, ഇപ്പൊ സൂക്കടൊക്കെ മാറിയില്ലേ. ഇത് കീമോ അല്ലേ, ഇത് കുറുമ്പാ. ഞാൻ പെട്ടെന്ന് ചിരിച്ചു പോയി. അതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുകൾ അവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും അസുഖം മാറി. എൻ്റെ ബോൺമേരോ അത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഞാനും ആലീസും മകനും മകന്റെ ഭാര്യയും കുട്ടികളും കൂടെ ലേക്ക് ഷോറിൽ നിന്നും ഇരിഞ്ഞാലക്കുടയിലേക്ക് വരിക. അമ്മ എന്ന് പറയുന്ന സംഘടനയിലെ കുറെ പേരെയും കൊണ്ട് ഷാർജയിൽ പ്രോഗ്രാമിന് വേണ്ടി പോവുകയാണ്. കാരണം പണം ഉണ്ടാക്കാൻ വേണ്ടി. ആ പണം എന്തിനു വേണ്ടി? നല്ല കാര്യങ്ങൾക്ക് വേണ്ടി. 104 പേർക്ക് 5000 രൂപ വെച്ച് മാസം പെൻഷൻ കൊടുക്കുന്നുണ്ട്. കൈനീട്ടം എന്നാണ് പറയുക. അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്കമാലിയില് എലൈറ്റ് ഹോട്ടലിൽ വന്ന് ഓരോ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു ഫോൺ വന്നു. ഡോക്ടർ ഗംഗാധരൻ. ഞാൻ ഫോൺ എടുത്തു. ഹലോ, എന്താണ് ഡോക്ടർ, എന്താ വിശേഷം? വിശേഷം വേറൊന്നുമല്ല, ആലീസിന് ക്യാൻസറാണ്. അതുവരെ നമുക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് വന്നാൽ ഞാനത് സഹിക്കാൻ തയ്യാറാണ്.
എങ്ങനെയൊക്കെ. പക്ഷേ ഇതിൽ ഞാനൊന്ന് തകർന്നു പോയി എന്ന് പറഞ്ഞത് ഇപ്പൊ കല്യാണം കഴിഞ്ഞവരോടും ഇന്ന് കല്യാണം കഴിഞ്ഞവരോടും പറയാനുള്ള ഒറ്റ കാര്യം, നമുക്ക് ആരൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ വീട്ടിലൊരാളുണ്ടാവുക, നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കുക, അതാണ് ഭാര്യ എന്ന് പറയുന്നത്. സുഖത്തിലും ദുഃഖത്തിലും പട്ടിണിയിലൊക്കെ നമ്മുടെ കൂടെ അവരുണ്ടാവും. എന്നെ ആ സമയത്ത് മുഴുവനും ശുശ്രൂഷിച്ചിരുന്നവരാണ്. ഞാൻ അവർക്ക് നിങ്ങൾക്ക് ക്യാൻസർ ആണ് ആലീസ് എന്ന് പറയുന്നതിനേക്കാളും മുമ്പ് എൻ്റെ മനസ്സറിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ആലീസ് പൊട്ടിക്കരഞ്ഞു. ആലീസ് മനസ്സിലായി അവർക്ക് ക്യാൻസർ ആണ്. വീണ്ടും വീട്ടിൽ വന്നു. ഞാൻ ഷാർജയിലേക്ക് പോകാതെ അന്നത്തെ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്ത് എല്ലാവരും എയർപോർട്ടിൽ നിൽക്കുകയാണ്. പിറ്റേ ദിവസം അഡ്മിറ്റ് ചെയ്തു. ആലീസിനെ ഓപ്പറേറ്റ് ചെയ്തു. ഒരു ചെറിയ ഒരു സംഭവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാര്യമായിട്ടുള്ള ഇനി മരുന്നൊക്കെ കഴിക്കും. അപ്പോൾ ഒരു മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. തൽക്കാലം ഞങ്ങളുടെ രണ്ടുപേരുടെയും മാറി എന്ന് പറയാം. ഇനി ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഇങ്ങനെയൊക്കെ അസുഖമായിട്ടിരിക്കുമ്പോൾ പലരും നമ്മളെ വഴിതെറ്റിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വരും. നമ്മളെങ്ങനെയെങ്കിലും കത്തുപോകാൻ വേണ്ടിയിരിക്കും. അവർ വന്നു കഴിഞ്ഞിട്ട് പറയും, ഇപ്പൊ കീമോ ആണോ? അതെ. എവിടെയാണ്? ലേക്ക് ഷോർ. കാര്യമില്ല കേട്ടോ. പിന്നെ പ്രാർത്ഥിക്കുക. എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ച് ആള് പോവും. അത് നിങ്ങളോട് ഞാൻ പറഞ്ഞത് അനുഭവസ്ഥനാണ്. ഒരു ദിവസം ഒരു ഭാര്യയും ഭർത്താവും കൂടി ഒരു കാറിൽ വന്ന് എൻ്റെ വീട്ടിൽ വന്നു. രണ്ടുപേരും കൂടി കയറി വന്ന് അദ്ദേഹം പറഞ്ഞു, മിസ് ഇന്നസെന്റ്, എൻ്റെ പേര് ബാസ്റ്റ്യൻ, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരികയാണ്. ഇതെൻ്റെ ഭാര്യയാണ്. ഞാനൊരു സുവിശേഷത്തിൻ്റെ ഒക്കെ ആളാണ്, യേശു ക്രിസ്തുമായി. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ യേശു ക്രിസ്തുവായിട്ട് നല്ല ബന്ധമല്ലേ, യേശു ക്രിസ്തുവിൻ്റെ വല്യപ്പൻ്റെ മോനോ